എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് ബിരിയാണിയാണ്. വീട്ടിലിരിക്കുന്ന നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എഗ് ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 3 മുട്ട ഇവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ബോയിൽ ചെയ്യാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അവിടെ 1 ഗ്ലാസ് റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 2 പേർക്കോ കുട്ടികളാണെങ്കിൽ 3 പേർക്ക് കഴിക്കാനുള്ള അരിയുണ്ട്. ഇത് നല്ലതുപോലെ കഴുകിയിട്ട് ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ റൈസ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾക്കൊരു 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ആവശ്യമായ ഒരു ഉപ്പും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മളെ റൈസ് അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. അതായത് കുഴഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ബിരിയാണിക്ക് കുഴഞ്ഞു പോകാത്ത രീതിയിൽ എടുക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി അതൊരു വേറെ പാത്രത്തിലേക്ക് വാർത്ത് വയ്ക്കാം. ഇനി നമ്മൾ ആ കോഴിമുട്ട നല്ലപോലെ ഞാൻ ഒരു 12 പീസാക്കിയിട്ട് ഒരു മുട്ട 4 ആക്കിയിട്ടാണ് ഇനി ഒരു പാത്രത്തിലേക്ക് ആ മുട്ട പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കുക. അതിലേക്ക് 1/2 സ്പൂൺ മൈദ, 1/2 സ്പൂൺ കോൺഫ്ലവർ, 1/2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ബിരിയാണി മസാല, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെള്ളുള്ളി 3 കൂടി ചേർന്നുള്ള പേസ്റ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ലൂസാക്കിയിട്ട് നമ്മൾക്ക് അതിൻ്റെ മസാല കൂട്ടി വയ്ക്കാം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. അത് പൊരിച്ചെടുക്കാനായിട്ടൊരു തവ വയ്ക്കുക. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റൈസിലേക്കായാലും ഇതിലേക്കായാലും എല്ലാം സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ചൂടാവുന്ന സമയത്ത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ട മസാലയിൽ മുക്കി ഇതുപോലെ അങ്ങോട്ട് പൊരിച്ചു കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീയിട്ടാൽ മതി. അതിൻ്റെ പുറത്തുള്ള മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. എന്നാലേ നമ്മൾക്ക് ആ ബിരിയാണിക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികളൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അത് തിരിച്ചും മറിച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിമുട്ട പീസൊക്കെ നന്നായി പൊരിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒരു തവ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ആ പൊരിച്ച ബാക്കിയുള്ള സൺഫ്ലവർ ഓയിൽ പിന്നെ കൂടെ ഒരു 2 സ്പൂൺ ഓയിലും കൂടി ഇട്ടിട്ട് ചൂടാകുന്ന സമയത്ത് 2 സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ആവശ്യമുള്ള അല്പം പൊടിയുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയുപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 2 തക്കാളി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുക. എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെള്ളുള്ളി ചേർന്ന മസാല ഒരു സ്പൂണ്, വലിയൊരു സ്പൂണ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് ബിരിയാണി മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിലേക്ക് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല മസാലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പോരാ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതിൽ പകുതി മസാല ഞാൻ കോരിയിട്ട് ഈ മുട്ടയിലേക്ക് ഇതുപോലെ നിരത്തി കൊടുക്കുന്നുണ്ട്. പകുതി മസാല അതിൻ്റെ അടിയിൽ തന്നെ. ഇപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ്. അപ്പോൾ ആ റൈസ് ബോയിൽ ചെയ്തതിൻ്റെ പകുതി ആ മസാലയുടെ മേലെ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ആ മുട്ടയും മസാലയും ഇല്ലേ അതും കൂടി വെച്ച് കൊടുക്കാം. ഇനി ബാക്കി റൈസ് കൂടി അതിൻ്റെ മേലെ നന്നായിട്ട് നിരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ റൈസ് പൊന്നിയരി ആയാലും എടുക്കാം, കുഴഞ്ഞു പോകരുതെന്നുള്ളൂ. ഇനി അതിൻ്റെ മേലെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 2 സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമ്മൾ അതേ ലോ ഫ്ലെയിമിൽ തന്നെ 2 മിനിറ്റ് നമ്മൾ അടച്ചു വയ്ക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി. തുറന്ന് നോക്കിയിട്ട് എല്ലാം കൂടി പതിയെ ഇതുപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. പൊരിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികളൊക്കെ നന്നായി ഇഷ്ടപ്പെടും. നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ രാവിലെ കുട്ടികൾക്ക് ഇത് വെച്ച് കൊടുക്കാൻ പറ്റും. വീഡിയോയിൽ കാണുമ്പോൾ ഇത് പണിയുള്ളതായിട്ട് തോന്നും, പക്ഷേ രാവിലെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഇനി അതിൻ്റെ മേലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി തൂവി നമ്മൾക്കത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അടിപൊളി എഗ് ബിരിയാണി വീട്ടിലുള്ള അരി വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.